നമസ്കാരം. യു.എസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ ക്ലോസ് ചെയ്ത് പോസിറ്റീവാണ്. ഡൗ ജോൺസ് 1.28%, S&P 500 1.46%, നാസ്ഡാക്ക് 2.03% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്ത്. S&P 500 ഓൾ ടൈം ഹൈ ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. പ്രധാനമായും ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് താഴ്ന്നിട്ടുണ്ട്. ഏതാണ്ട് 9% താഴ്ന്നിട്ടുണ്ട്. 95-100 ലെവലുകളിലാണ് ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇറാനും യു.എസും തമ്മിലുള്ള വെടിനിർത്തൽ, അതുപോലെ യുദ്ധം നിർത്താനുള്ള ചർച്ചയിലുള്ള പുരോഗതിയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ട്രംപിന്റെ ടീം ഏതാണ്ട് 14 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇറാൻ അതിനോട് അനുഭാവപൂർണമായ മറുപടി നൽകും എന്നാണ് യു.എസ് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള കമന്റ് വരുന്നുണ്ട്. ഇറാൻ ആയാലും നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ കണ്ടീഷനിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ യുറേനിയം സമ്പുഷ്ടീകരണം തമ്മിൽ അത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാനും ഹോർമൂസിലൂടെ വീണ്ടും ഇതുപോലെ ഗതാഗതം തുടരാനുള്ള രീതിയിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരുപക്ഷെ അതായിരിക്കാം എല്ലാ മാർക്കറ്റുകളും. ഇപ്പൊ ഏഷ്യൻ മാർക്കറ്റ് നിക്കിയൊക്കെ 62,000 ലെവലിൽ ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. ഓൾ ടൈം ഹൈ ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. മിക്ക ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവാണ്. നെക്സ്റ്റ് നിഫ്റ്റി 70 പോയിന്റ് പ്ലസ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ യുദ്ധം നിൽക്കുന്നതും ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് താഴുന്നതും ഗോൾഡിന്റെ പ്രൈസ് കയറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ട് ആണ് വരുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് 1% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. മിക്ക സെക്ടറുകളും ബാങ്ക്, ധനകാര്യം, റിയാലിറ്റി, ഓട്ടോ, ഫാർമ, ടൂറിസം മേഖലകളെല്ലാം നല്ല രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ക്ലോസിംഗ് ആണ് നടത്തിയത്. 78,000 മുകളിൽ സെൻസെക്സ് പോയെങ്കിലും അതൊരു പക്ഷേ നിലനിർത്താനായില്ല. എങ്കിൽ പോലും ഒരു പോസിറ്റിവിറ്റി യുദ്ധം ഒരു പക്ഷേ നിർത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ആ രീതിയിലുള്ള ഒരു കമന്റുകൾ വരുന്നതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് മാർക്കറ്റിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന്, ഇന്ത്യയിൽ വന്ന PMI ഡാറ്റ, സർവീസ് PMI ഡാറ്റ 5 മാസത്തെ ഹൈ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. പലതരത്തിലുള്ള എക്സ്പോർട്ടുകളും മറ്റുമൊക്കെ കുറഞ്ഞെങ്കിൽ പോലും ആഭ്യന്തര വിപണിയിൽ ഉണ്ടായ ഡിമാൻഡാണ് PMI ഡാറ്റ കൂടി നിൽക്കാൻ കാരണമെന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലൊക്കെ ടെക് സ്റ്റോക്കുകളുടെ ഒരു റാലി ഉണ്ടായിരുന്നു. അത് AMDയുടെ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ അപ്പുറത്തേക്കുള്ള ഒരു റിസൾട്ടും അവരുടെ ഗൈഡൻസും വന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. അതേ തുടർന്ന് AI സ്റ്റോക്കുകൾ, സെമി കണ്ടക്ടർ സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതുപോലെ തന്നെ ചൈനയും US-ഉം രണ്ടുപേരുടെ പ്രസിഡന്റ് തമ്മിൽ കൂടിക്കാഴ്ച മെയ് പകുതിയോടുകൂടി ഉണ്ട്. അത് ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ യുദ്ധം മൂലം ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ബിസിനസ് ഏരിയകൾക്ക് വേണ്ടിയിട്ട് ചില ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെയിൽവേക്ക് വേണ്ടിയിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ മറ്റൊന്ന്, ഇൻഡിപെൻഡന്റ് ലീഗൽ അതോറിറ്റിയുടെ ഒരു റിവ്യൂ HDFC ബാങ്കിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അവിടെ ഇതിനു മുമ്പ് CEO റിസൈൻ ചെയ്തിരുന്നു. ചില എത്തിക്കൽ ഇഷ്യൂ തുടർന്നാണ് റിസൈൻ ചെയ്തിരുന്നത്. പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട് റോയിട്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ HDFC ബാങ്ക് ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ തെർമാക്സ്, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, വിക്രം സോളാർ, തൈറോകെയർ, വിമാർട്ട്, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, റിസൾട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ ചെറിയൊരു പോസിറ്റിവിറ്റി ഉണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഒരു 24,600 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. യുദ്ധം ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് ഇതിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.